കൂട്ടുകാരെ, നാടൻ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ശബ്ദമൊന്നും ക്ലിയറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അച്ചാറുണ്ടാക്കാൻ ഏത് തരത്തിലുള്ള മാങ്ങ എടുക്കാം കേട്ടോ. കണ്ണിമാങ്ങ, ഏത് മാങ്ങ എടുക്കാം. ഇതെൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. ചെമ്മീൻ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പയറ് മുറിച്ച് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാങ്ങ തുടച്ച് വൃത്തിയാക്കി വെള്ളമെല്ലാം കളയലാണ്. വീട്ടിൽ പണിക്ക് ആളുണ്ടായിരുന്നു. വിറകൊക്കെ കൊത്തി വെക്കാൻ വേണ്ടി, മഴയല്ലേ അതുകൊണ്ട്. വീട്ടിൽ വിറക് കൊത്താനൊക്കെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഉച്ചഭക്ഷണം ആക്കി കഴിഞ്ഞ് മാങ്ങ മുറിച്ച് അച്ചാറിടാൻ തുടങ്ങിയതാണ്. ഞാൻ മാങ്ങ കഷ്ണം ചെറുതുമല്ല വലുതുമല്ല, ആ രീതിയിലുള്ള ഒരു കഷ്ണമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ മാങ്ങ മുറിച്ചിടാം കേട്ടോ. ഇത് മുറിക്കുമ്പോൾ ഇല്ലേ, എൻ്റെ മോളും ഏച്ചിയുടെ മോളും അപ്പുറത്ത് നല്ല വാങ്ങൽ മാങ്ങ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. മാങ്ങ മുറിക്കുമ്പോഴാണ് എനിക്ക് ഈ പഴുത്ത കാര്യം മനസ്സിലായത്. പക്ഷേ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ മുറിച്ചിട്ടു കേട്ടോ. മാങ്ങ മുറിച്ചിടുമ്പോൾ അമ്മ എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല സപ്പോർട്ടാണ് എൻ്റെ കൂടെ. ഇനി അച്ചാറിന് വേണ്ടിയിട്ട് അരവാക്കാൻ പോകുന്നതാണ്. അത് കഴുകി ഉണക്കി വെച്ച മുളകാണ് കേട്ടോ. അത് മിക്സിയിലിട്ട് നല്ലവണ്ണം അരക്കുക. ഈ പരുവത്തിൽ അരിഞ്ഞ ശേഷം ലേശം വെള്ളം ഒഴിച്ച് വീണ്ടും അരക്കുക. അത് കഴിഞ്ഞ് പിന്നെ കടുക് ഇടുക. നമ്മളെ വീട്ടിലെല്ലാവർക്കും കടുക് ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കടുക് ലേശം ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും അരക്കുക. കളറിന് വേണ്ടി ഞാൻ കളറിൻ്റെ മുളക് പൊടി ചേർത്തതാണ് കേട്ടോ. പിന്നെ മുമ്പ് ഉപ്പിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഉപ്പിട്ട് മഞ്ഞളും ഇട്ടു അരവും ചേർത്ത് മിക്സ് ചെയ്യാമെന്ന് കേട്ടോ. മിക്സിയിൽ അരവ് ആക്കിയതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ച് മിക്സി മൂടിട്ട് കുലുക്കി അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാങ്ങക്ക് പുളി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മോശമായി പോകില്ലല്ലോ പെട്ടെന്നൊന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെയാണ് വിനാഗിരി ഒഴിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ അച്ചാറിന് വറുത്തിടാൻ വേണ്ടി തവയിൽ എണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുക് ഇട്ടു. പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. അത് മൊരിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് നന്നായി മൊരിയും വരെ വെയിറ്റ് ചെയ്ത് അച്ചാറിലേക്ക് അത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് തവയിലേക്ക് കുറച്ചും കൂടി അച്ചാർ ഇട്ട് കൊടുത്ത് പെരക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അച്ചാറായി കേട്ടോ. ഈ അച്ചാർ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ അച്ചാർ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. ഇതേപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ടും ചെയ്യുക. എന്നാൽ പിന്നെ ബൈ.